അങ്കോലയിൽ 12ാം ദിനവും അർജുനായുള്ള തിരച്ചിൽ തുടരുന്നു. ഐബോർഡ് പരിശോധനയിൽ അർജുന്റെ ലോറി 132 മീറ്റർ അകലെയെന്ന് കണ്ടെത്തി. ഉടുപ്പിയിൽ നിന്നുള്ള പ്രാദേശിക മുങ്ങൽ വിദഗ്ധരുടെ സംഘവും തിരച്ചിലിനായി ദുരന്ത സ്ഥലത്തെത്തി. അർജുനെ കണ്ടെത്താൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ അർജുന്റെ ലോറിയുടെ സ്ഥാനം ഏറെക്കുറെ കൃത്യമായി തിരിച്ചറിഞ്ഞു. പുഴയിലെ മൺകുനയോട് ചേർന്നുള്ള 4ാമത്തെ സ്പോട്ടിലാണ് ലോറി എന്നാണ് സൂചന. ക്യാബിൻ തകർന്നിരിക്കാനാണ് സാധ്യത. എന്നാൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. In one of the point there is a lot of signal that they are getting. That particular point we will concentrate. Yesterday again Navy had done one more speed check of the current. It was 6.8 knots when they did. So it is physically not possible. സൈന്യത്തിന് പുറമെ പ്രാദേശിക മുങ്ങൽ വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ തിരച്ചിൽ. ഉടുപ്പിയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധരായ മത്സ്യത്തൊഴിലാളികളാണ് തിരച്ചിലിനായി എത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഈ വെള്ളത്തിൽ ഇത് കറണ്ട് ദേശമുണ്ട് തന്നി ഈ കറണ്ടിൽ തന്നെ ഞങ്ങൾ ഒരിടത്തേക്ക് എന്ന വെയിറ്റ് നമ്മളെ വെയിറ്റ് ഉണ്ട് മിനിമം വെയിറ്റ് ഒരു 6-7-8 kg ആ വെയിറ്റ് കീഴെ പോകാനാവില്ലേ. അതിന് ഞങ്ങൾ എന്നാ പണു ഒരു 20 kg വെയിറ്റ് നമ്മൾ സൊണ്ടത്തിലിട്ടിട്ട് പിന്നെ ഞങ്ങൾ ഹാങ്കർ ഇടും റോപ്പത്തിൽ ഹാങ്കർ ഒരു 100 kg ഹാങ്കർ കീഴെ ഇട്ടിട്ട് അതിലെ കയറിലെ പിടിച്ചുകൊണ്ട് കീഴെ പോകും. ഞങ്ങൾ ഏറ്റവും മികച്ച സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലാ കളക്ടർ അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ആ ടീം എത്താനുള്ള സംവിധാനം കളക്ടർ രാജസ്ഥാനിൽ നിന്നാണ് അവരുടെ ഒരു സംഘം വരേണ്ടത്. എടുത്ത തീരുമാനം നടപ്പിലാക്കുന്ന കാര്യത്തിൽ വീഴ്ച ഉണ്ടാകില്ല. തഗ് ബോട്ട് സംവിധാനം ഇവിടെ അധികം വൈകാതെ തന്നെ വരും. അർജുന്റെ കുടുംബത്തിലെ 3 പേർക്ക് സ്ഥലത്തെത്താൻ കളക്ടർ പാസ് അനുവദിക്കും. മന്ത്രിമാരായ പി.എ. മുഹമ്മദ് റിയാസും എ.കെ. ശശീന്ദ്രനും അങ്കോലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ടഗ് ബോട്ടിന് പുഴയിൽ നങ്കൂരമുറപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ പ്രാദേശിക മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിലിറങ്ങി പരിശോധന നടത്താൻ കഴിയൂ. മാത്രമല്ല ഇതിന് നാവികസേനയുടെ അനുമതിയും ലഭ്യമാവേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളിൽ തീരുമാനമാകും വരെ കാത്തിരിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും തീരുമാനം. അങ്കോളയിൽ നിന്ന് ക്യാമറാമാൻ ഷിജിത് കണ്ണോമിനൊപ്പം സുനിൽ ഐസക്, മീഡിയ 1. അങ്കോലയിൽ നിന്ന് സുനിൽ ഐസക് തന്നെ തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുനിൽ, പുതിയ പല വിവരങ്ങൾ കൂടെ പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഇപ്പോഴും സുനിലിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കണ്ടാൽ അറിയാം കാലാവസ്ഥ ഒട്ടും അനുകൂലമായി നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തെരച്ചിൽ അവിടെ നടത്താൻ കഴിഞ്ഞു? ജിൽസി, 12ാം ദിനവും കാലാവസ്ഥ പ്രതികൂലമാണ്. ഇടവിട്ട് പെയ്യുന്ന അതിശക്തമായ മഴയും ഒപ്പം കാറ്റും ഈ പ്രദേശത്തുണ്ട്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ വലിയ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് എന്ന് പറയാതിരിക്കാനാവില്ല. നിലവിലിപ്പോൾ ഇവിടെ നടക്കുന്നത് ഈ ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള മണ്ണുമാന്തൽ മാത്രമാണ്, മണ്ണ് നീക്കം മാത്രമാണ്. 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് നീക്കം ഇപ്പോഴും സ്ഥലത്ത് നടക്കുന്നുണ്ട്. അതിനപ്പുറം നാവികസേനയെ സംബന്ധിച്ച് നിലവിലെ സാഹചര്യത്തിൽ മുങ്ങി പരിശോധന നടത്താൻ കഴിയില്ലെന്ന് അവർ നേരത്തെ തന്നെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല അവർക്ക് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അത് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അതിൽ നിന്നുകൊണ്ടുള്ള ഡൈവിംഗ് നടക്കില്ലെന്ന് നാവികസേന അറിയിച്ച പശ്ചാത്തലത്തിൽ കാർവാറിൽ നിന്ന് അത് എത്തിക്കുന്നത് തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചിരിക്കുന്നുവെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഏറ്റവും ഒടുവിൽ ഉള്ള ഒരു വിവരം എന്ന് പറയുന്നത് മാൽപ്പെ, ഉടുപ്പിക്കടുത്ത് മാൽപ്പെ എന്ന സ്ഥലത്ത് നിന്ന് ഈശ്വർ മാൽപ്പെ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ പുഴയിൽ മുങ്ങി പരിശോധന നടത്തും എന്നാണ് അറിയിക്കുന്നത്. നേരത്തെ ഇക്കാര്യത്തിൽ വലിയ വൈദഗ്ധ്യം ലഭിച്ച ആളുകളാണ് ഈ മാൽപ്പെ ടീം എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായി അവർ മത്സ്യത്തൊഴിലാളികളാണ്. നേരത്തെ പക്ഷേ ഏതാണ്ട് 1000-ഓളം സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഈ വെള്ളത്തിനടിയിൽ രക്ഷാദൌത്യം നടത്തി വിജയിച്ച ചരിത്രമുള്ള ആളുകൾ കൂടിയാണ് ഈ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം. പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്കും മറ്റ് ചില പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നുണ്ട്. അതായത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ടഗ് ബോട്ട്, അതായത് ഈ കപ്പലുകളൊക്കെ കരയിലേക്ക് അടുപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ടഗ് ബോട്ട്, അത് പുഴയിലിറക്കി നങ്കൂരമിട്ട് ഉറപ്പിച്ചതിന് ശേഷം അതിനു മുകളിൽ ഈ രക്ഷാദൌത്യം, അതായത് പ്രാദേശിക ദൌത്യ സംഘം കയറി വലിയ 20 കിലോ ഭാരമുള്ള വടം അരയിൽ കെട്ടി പുഴയിലേക്ക് ചാടി പരിശോധന നടത്തുക, പുഴയിൽ മുങ്ങി പരിശോധന നടത്തുക എന്നൊരു പ്ലാനായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. അങ്ങനെയാണ് അവർ രാവിലെ നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞത്. പക്ഷേ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ടഗ് ബോട്ട് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അത് കാർവാറിൽ നിന്ന് എത്തേണ്ടതാണ്. അത് ഇതുവരെ സ്ഥലത്ത് എത്തിയിട്ടില്ല. ഇനി എത്തിയാൽ തന്നെ അതിന് പുഴയിൽ നങ്കൂരമിടാൻ കഴിയുമോ എന്ന കാര്യത്തിൽ നാവികസേനയുടെ വിദഗ്ധ സംഘം സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം അത്രമേൽ വലിയ കുത്തൊഴുക്കാണ്. അതുകൊണ്ട് തന്നെ അത്ര കുത്തൊഴുക്കുള്ള പുഴയിൽ ഏതെങ്കിലും തരത്തിൽ ഈ ടഗ് ബോട്ടിന് നങ്കൂരമിട്ട് ഉറപ്പിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്.
അതുമാത്രമല്ല നങ്കൂരമിട്ട് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ തന്നെ അതിന് ഡൈവിംഗ് നടത്തുന്നതിന് നാവികസേനയുടെ അനുമതി ലഭ്യമാവേണ്ടതുണ്ട്. ആ അനുമതി നാവികസേന നൽകേണ്ടത് ഇത് നങ്കൂരമിട്ട് ഉറപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും. എന്തായാലും അതുമാത്രമല്ല, ഇനി അഥവാ പുഴയിലേക്ക് ഇറങ്ങാൻ സാധിച്ചാൽ തന്നെ 2 പ്രതിസന്ധികൾ അവരെ അലട്ടുന്നുണ്ട്. ഒന്ന്, ഈ ട്രക്ക് മണ്ണിനടിയിലാണ്. മണ്ണിനടിയിലുള്ള ട്രക്കിലേക്ക് ഇവർക്ക് എത്തപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, പുഴ കലങ്ങി മറിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് ഈ വിസിബിലിറ്റി പ്രശ്നമുണ്ട്. അതായത് ഇവർക്ക് ഈ നേർക്കാഴ്ചയിൽ അവർക്ക് കാഴ്ചയുടെ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ട്രക്കിനടുത്തേക്ക് പോയി കൈ ഉപയോഗിച്ചൊക്കെ തപ്പി ട്രക്ക് കണ്ടുപിടിക്കാൻ മാത്രമേ കഴിയൂ. പക്ഷെ അത് ട്രക്ക് മണ്ണിനടിയിൽ പൂർണ്ണമായും പൂഴ്ന്നു കിടക്കുകയാണെങ്കിൽ, ആണ്ട് കിടക്കുകയാണെങ്കിൽ അതും പ്രായോഗികമല്ല. മാത്രമല്ല, നിലവിൽ ലഭ്യമായിട്ടുള്ള സിഗ്നലുകൾ അനുസരിച്ച് ഈ ഡ്രോൺ പരിശോധനാ ഫലം അനുസരിച്ച് ഏതാണ്ട് 32 മീറ്ററോളം പുഴയിൽ, കരയിൽ നിന്ന് പുഴയിലേക്ക് 32 മീറ്ററോളം അകലെയാണ് ഈ ട്രക്ക് ഉള്ളത്. മാത്രമല്ല, അതിന്റെ ക്യാബിൻ തകർന്നിട്ടുണ്ടാകാമെന്നാണ് പ്രാഥമികമായ ഒരു പരിശോധനാ ഫലം. ഒപ്പം ഏതെങ്കിലും തരത്തിൽ മനുഷ്യ സാന്നിധ്യം മണ്ണിനടിയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുമില്ല. അങ്ങനെ പ്രതിസന്ധികളിലേക്കാണ് ഈ അർജുനെ തെരഞ്ഞുള്ള ദൌത്യം മുന്നോട്ട് പോകുന്നതെന്നുമാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാനുള്ളത്. തീർച്ചയായും സുനിൽ, വളരെ ശ്രമകരമായ തെരച്ചിൽ. സുനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് പോകുന്ന രീതിയിൽ തന്നെയാണ്. മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ക്യാബിനും ലോറിയുമായി വേർപെട്ടിരിക്കാനുള്ള സാധ്യത, അത്തരത്തിലുള്ള സങ്കീർണമായ വിവരങ്ങൾ തന്നെയാണ് അങ്കോലയിൽ നിന്ന് നൽകാനുള്ളത്.